السلام عليكم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്ര കന്യാകുമാരിയിലെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് നിരവധി ജില്ലകളിലെ ഐതിഹാസികമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ മലപ്പുറത്തിന്റെ സ്നേഹനിർഭരമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് എത്തിച്ചേരാൻ ഏതാനും സമയമേ ബാക്കിയുള്ളൂ. ഓരോ സദസ്സുകളിലും ഒരുമിച്ച് കൂടുന്ന പതിനായിരങ്ങൾ സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ഇതിന്റെ നേതൃത്വത്തെ, അതിന്റെ തീരുമാനങ്ങളെ നെഞ്ചേറ്റുകയും ഈ നാട്ടിലെ മുസ്ലിം ബഹുജന സാമാന്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിനൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഓരോ സമ്മേളനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് നടക്കുന്ന സമ്മേളനങ്ങളിലാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ചരിത്രഗാഥയെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങ് മംഗലാപുരത്തിന്റെ വൈപുല്യത്തിലേക്ക് കേരള മുസ്ലിമിന്റെ ആത്മീയ നായകൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. നേരത്തെ വന്നിരുന്ന പ്രസംഗം കേൾക്കുന്ന നമ്മൾ ശക്തമായ ഈ വെയിലിൽ ഒരല്പം തണൽ കൊണ്ട് കുറച്ചു സമയം ഇവിടെ ഇരുന്ന നമ്മൾ ഇനി നമ്മിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് നമ്മൾ സ്ഥലം ഒരുക്കി കൊടുത്ത് അവർക്ക് സന്തോഷം നൽകണമെന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിർത്തിയ സൗഹൃദ പാരമ്പര്യത്തെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് നിന്ന് നമ്മളത് പറയുമ്പോൾ ഈ ജില്ലയുടെ ഉന്നതമായ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ധീരതയുടെയും പാരമ്പര്യത്തെ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ജനസാന്ദ്രതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അതോടൊപ്പം ഈ ജില്ലയുടെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പ്രകൃതി അത്ഭുതകരമാണ്. പലപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയെ ചീത്ത പറയുവാനും ഈ ജില്ലയുടെ മതസൗഹാർദ്ദത്തെ കുത്തിനോവിക്കുവാനും ശ്രമിക്കുന്ന ഒരു സമുദായ നേതാവ് ഓരോ ഘട്ടങ്ങളിലും ഈ ജില്ലയിൽ ജീവിക്കുന്ന ജനസമൂഹത്തെ നിരന്തരമായി അധിക്ഷേപം നടത്തുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുവാനും മറുപടി പറയുവാനും ഈ നാട്ടിലെ മുസ്ലിങ്ങൾ തയ്യാറാകേണ്ടതില്ല. എല്ലാ മതവിഭാഗത്തിലുള്ളവരും ജാതി വിഭാഗത്തിലുള്ളവരും ഈ ജില്ലയുടെ സൗഹൃദത്തെയും പാരമ്പര്യത്തെയും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നത് ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മലപ്പുറത്തിന്റെ ഏറ്റവും ശക്തമായ പാരമ്പര്യത്തിന്റെ ഉദാത്തമായ അടയാളപ്പെടുത്തലുകളാണ് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായി ശക്തമായ പോരാട്ടത്തിന് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നത്. ഈ നാട്ടിലാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിലെ പള്ളി സ്ഥാപിച്ചത്. പൊന്നാനിയിൽ അദ്ദേഹം പള്ളി സ്ഥാപിച്ച് അവിടെ വൈജ്ഞാനികമായ ആത്മീയമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്
എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയിരുന്നത് അന്നത്തെ സാമൂതിരി രാജാവായിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, മറ്റൊരു നാടിന്റെ പാരമ്പര്യത്തെ സ്വീകരിച്ചവരായിരുന്നു മഖ്ദൂമുമാർ. മറ്റു നാടുകളിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ താമസമാക്കി അവിടെ നിന്ന് പൊന്നാനിയിലേക്ക് വന്ന് ആ പൊന്നാനിയിൽ 15-16 നൂറ്റാണ്ടുകളിൽ ഈജിപ്തിൽ പഠനം നടത്തിയ ശേഷം അദ്ദേഹം പള്ളി ഉണ്ടാക്കി ഇസ്ലാമിക മുന്നേറ്റ വിപ്ലവകരമായ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ അന്നത്തെ ഭരണാധികാരിയായ സാമൂതിരി രാജാവ് ആളും അർത്ഥവും നൽകി മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, തന്റെ ഉപദേഷ്ടാവായി സൈനുദ്ദീൻ മഖ്ദൂമിനെ നിയമിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഗുണം എന്തായിരുന്നു? സാമൂതിരി രാജാവ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും നമ്മുടെ ഈ പ്രദേശങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നിയമങ്ങളെ, വ്യവസ്ഥകളെ ഇസ്ലാമികമായ നിയമങ്ങൾക്കനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൗത്രനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? മുസ്ലിങ്ങൾ കൃത്യമായി വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകണം, അതല്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും. മുസ്ലിങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ ക്രയവിക്രയങ്ങളിൽ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രമല്ല, അതിനെതിരായി ഏതെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്ലാമികമായ നടപടികൾ സ്വീകരിച്ച്, ശിക്ഷാവിധികൾ സ്വീകരിച്ച് ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുവാൻ അന്നത്തെ സാമൂതിരി രാജാവ് തയ്യാറായിരുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും സാമൂതിരി രാജാവിന്റെ കുടുംബവും സ്വീകരിച്ച ഉദാത്തമായ സൗഹൃദത്തിന്റെ പാരമ്പര്യത്തിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നീട് കേരളത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ പാരമ്പര്യത്തിന്റെ ഉദാത്തമായ സവിശേഷമായ നന്മകൾ നിലനിർത്തുന്നതായാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ രാജ്യത്തെ നമ്മളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയുമേന്തി, ഒരാൾക്ക് മുമ്പിലും താഴ്ത്തേണ്ടതില്ലാത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയേന്തി ആദരണീയനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പതാകയേന്തിയ പ്രവർത്തകന്മാർ ഇതാ ആയിരക്കണക്കിന് ആളുകൾ അടിവച്ചണിയായി ഒരു കൊടുങ്കാറ്റിലും പതറാതെ, ഒരു വെള്ളപ്പൊക്കത്തിലും ചിതറാതെ ഈ മനോഹരമായ, ഈ സുന്ദരമായ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനകം നമ്മുടെ അജയ്യനായ നേതൃത്വം ഈ കേരളത്തിന്റെ മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ സൗഹൃദ അന്തരീക്ഷത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ മുന്നേറ്റത്തെ വിളംബരം ചെയ്തുകൊണ്ട് ഈ നാടൊട്ടുക്കും ഇളക്കി മറിച്ച് ഈ ശതാബ്ദി സന്ദേശ ജാഥക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഏതാനും സമയത്തിനകം നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക്, പ്രിയപ്പെട്ട നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് നമ്മൾ സ്വീകരണം ഒരുക്കേണ്ടതുണ്ട്, അവർക്ക് ഇരിപ്പിടം ഒരുക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ, ഏതെങ്കിലും ഒരു പ്രാദേശികമായ സംവിധാനത്തിന്റെ സമ്മേളനത്തിന് ആതിഥേയത്വം ഒരുക്കാൻ പോലുമുള്ള സ്ഥല സൗകര്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനേക്കാൾ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാസർഗോഡിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്ദരമായ 100ാം വാർഷിക സമാപന സമ്മേളനത്തെ നമുക്ക് ഓരോരുത്തർക്കും ഇതിഹാസമായി, ചരിത്രമായി തന്നെ നോക്കിക്കാണാൻ കഴിയും എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. 2 കിലോമീറ്ററിലേറെ നടന്നിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ നമ്മളുടെ വേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് 2 അല്ല 3.5 കിലോമീറ്ററാണ്. അപ്പൊ സമസ്തക്ക് വേണ്ടിയിട്ട് വെയിൽ കൊള്ളാനും നടക്കാനും ഒക്കെ നമ്മളെല്ലാവരും എപ്പോഴും തയ്യാറാണ്. ഏത് ഘട്ടത്തിലും നമ്മൾ സമസ്തയോടൊപ്പം സ്നേഹിച്ച് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. ആ ചേർന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്തിരുത്താൻ, ആ പ്രായമുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരാണല്ലോ, അപ്പൊ അതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ സുദീർഘമായി ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ മലപ്പുറത്തിന്റെ ഓരോ ഇടങ്ങളും ഓരോ പ്രദേശങ്ങളും മഹത്തായ ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഉദാത്തമായ സവിശേഷമായ ചരിത്ര പാരമ്പര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാനായ മമ്പുറം തങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മളുടെ ഈ കേരളത്തിലേക്ക് എത്തുന്നത്. മമ്പുറം തങ്ങൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്ന ഷെയ്ഖ് ഹസൻ ജിഫ്രി അറബി ഭാഷ സംസാരിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇരിപ്പിടം നൽകേണ്ടതില്ല. ജനലക്ഷങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുക എന്നത് ഈ രാജ്യത്തിന്റെ സൗഹൃദം നിലനിൽക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന്. സമസ്ത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ സൗഹൃദം നിലനിൽക്കുന്നത്. ചരിത്രങ്ങളെയും പാരമ്പര്യത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സമസ്തയുടെ ഉദാത്തമായ ഒരു നയം ശംസുൽ ഉലമ പ്രഖ്യാപിക്കുകയുണ്ടായത്. എന്തുകൊണ്ട്? ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശത്രുക്കളായി കാണുന്ന ഏതെങ്കിലും ബിദ്അഈ കക്ഷികൾക്ക് ആധികാരികമായി ഈ കാര്യം പറയുവാൻ കഴിയുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് അവരുടെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന അവർ പാരമ്പര്യത്തിന്റെ അടയാളമായി അവരുടെ അപ്പോസ്തലന്മാരായി അവർ കാണുന്ന ആളുകളുടെ പ്രസ്താവനകളും അവരുടെ കൽപ്പനകളും സ്വീകരിച്ച് ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സൗഹൃദത്തോടും സ്നേഹത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയും എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭം മുതൽ, കേരളത്തിൽ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയം മുതൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ അവർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ച കാര്യം എന്താണ്? ഏതർത്ഥത്തിലാണ് മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് അവരുടെ യുവാക്കളെ ജമാഅത്തെ ഇസ്ലാമി സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചത്? IPH പ്രസിദ്ധീകരിച്ച ആദ്യ കാലഘട്ടങ്ങളിലെ പുസ്തകങ്ങളിൽ ഒട്ടുമിക്കതും ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതൃത്വത്തെ സംബന്ധിച്ചും അവരുടെ നേതാക്കളുടെ ജീവിതത്തെ സംബന്ധിച്ചുമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്താണ് അതിലൂടെ ആലോചിച്ചത്? ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവരാൻ, ഇഖാമത്തുദ്ദീൻ നടപ്പിലാക്കാൻ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ, ഒരു യുവാവിന്റെ മാനസികാവസ്ഥ, ഈജിപ്തിലുള്ള ആളുകളുടെ, ഇഖ്വാനുൽ മുസ്ലിമീന് നേതൃത്വം നൽകുന്ന ആളുകളുടെ, അങ്ങനെ രക്തസാക്ഷികൾ എന്ന് അവർ പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളതല്ലേ അവർ പറഞ്ഞത്? അങ്ങനെയല്ലേ അവർ ലേഖനങ്ങൾ എഴുതിയത്? അത് പിൻവലിക്കുവാനോ ഞങ്ങൾ ആ പ്രസിദ്ധീകരണത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുവാനോ അവരാരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കോ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സമസ്തയെ ശത്രുവായി കാണുന്ന ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് ആധികാരികമായി മഹാനായ ശംസുൽ ഉലമ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യത്തെ ഏറ്റെടുത്തു ഞങ്ങളും ആ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല. എന്നു മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരായി, ഈ രാജ്യത്തിന്റെ നന്മക്കെതിരായി, ഈ നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന കാര്യങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയോ പ്രസംഗമോ മുന്നേറ്റമോ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജണ്ടയാണെന്ന് മാത്രമല്ല, ഒരാൾക്കും സമസ്തയെ സംബന്ധിച്ച് ആരോപണമായി പോലും അത് പറയുവാൻ കഴിയുകയില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കന്യാകുമാരിയിൽ നിന്ന്
ഈ ജാഥയോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ കന്യാകുമാരിയിൽ, തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, തൊടുപുഴയില്, പത്തനംതിട്ടയിലെ പന്തളത്ത്, അവിടെയൊക്കെയുള്ള പൊതുസമൂഹം ഈ ജാഥയെ നോക്കിക്കാണുന്നത് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ കണ്ണീരൊടുക്കിയാണ് അതിന്റെ നേതൃത്വം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ സമസ്തയെ ശ്രദ്ധിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നോക്കിക്കാണുന്നത് ഈ രാജ്യത്തിന്റെ സൗഹൃദം, ഇവിടെയുള്ള മൈത്രി, അത് നിലനിർത്തുവാൻ വേണ്ടി ഈ പ്രസ്ഥാനം കാണിക്കുന്ന ആവേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആവർത്തിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ജനങ്ങൾക്കിടയിൽ സ്ഥാപിച്ച വിപ്ലവകരമായ ആത്മീയമായ തലത്തിൽ നിന്നുകൊണ്ട് മൈത്രിയുടെയും സൗഹൃദത്തിന്റെയും മനോഹരമായ ഒരു വിധാനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് അവരെല്ലാവരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സാധ്യമായി? എങ്ങനെയാണ് ആ സൗഹൃദം നമുക്കിടയിൽ രൂപപ്പെടുന്നത്? ഒരു ജനവിഭാഗത്തിന് ഈ സ്നേഹത്തിന്റെയും മൈത്രിയുടെയും സംസ്കാരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്ങനെയാണ് വിശാലമായ രീതിയിൽ, വിപുലമായ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തത്? അവിടെയാണ് മദ്രസ സംവിധാനത്തിന്റെ നന്മയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 10,000-കണക്കിന് മദ്രസകളിലൂടെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് നടന്നെത്താൻ കഴിയുന്ന ദൂരത്ത് മദ്രസകൾ സ്ഥാപിച്ച് പതിറ്റാണ്ടുകളോളമായി ദശലക്ഷക്കണക്കിന് മലയാളികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഖുർആൻ സൃഷ്ടിക്കുന്ന, ഖുർആൻ സംവിധാനിക്കുന്ന മൈത്രി എങ്ങനെയായിരിക്കും? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അയൽവക്ക ബന്ധം എങ്ങനെയായിരിക്കും? ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബ ജീവിതം എങ്ങനെയായിരിക്കും? ഖുർആൻ പഠിപ്പിക്കുന്ന കച്ചവട സംസ്കാരം എങ്ങനെയായിരിക്കും? ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇസ്ലാമികമായ സംസ്കാരത്തെ ഈ ലോകത്തിനാകമാനം പഠിക്കാൻ കഴിയുന്ന രീതിയിൽ, നോക്കിക്കാണാൻ കഴിയുന്ന രീതിയിൽ, ഒരു സമൂഹത്തിന് ലോകത്തിനാകമാനം മാതൃകയാകാൻ കഴിയുന്ന രീതിയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് നേതൃത്വം നൽകി ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ച് അവരുടെ വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ നവോത്ഥാന പ്രവർത്തനങ്ങളെ മാത്രം ലക്ഷീകരിച്ച് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ ആ സംഘടനയാണ് ഞാനും നിങ്ങളും നെഞ്ചേറ്റിയിരിക്കുന്ന, ഈ പതാകയും ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നേറുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. നവംബർ മാസത്തിൽ നമ്മൾ ഡൽഹിയിൽ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ദേശീയ സമ്മേളനം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ ഒരു ഭാഗത്തൊരു സമ്മേളനം നടത്തിയിട്ട് അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനപ്രവാഹമല്ല ഈ സദസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദേശീയ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കലും, ആളുകളെ ഒരുമിച്ച് കൂട്ടലും, ഒരു സമ്മേളനം സംഘടിപ്പിക്കലും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. അതാണ് ദുബൈയിൽ കണ്ടത്. അന്തർദേശീയ സമ്മേളനം നമ്മൾ, പ്രചാരണ സമ്മേളനം നമ്മൾ നടത്തി. ഡൽഹിയിൽ ഈ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ച് നമ്മളുടെ നേതാക്കൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ആലോചിച്ചു. അതിനുവേണ്ട യാത്രാ സജ്ജീകരണങ്ങൾ ഒരുക്കി. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള നിരവധി പ്രതിനിധി